എടുത്ത് കഴിക്ക് ടീച്ചറെ. അമ്മ എല്ലാവർക്കും വേണ്ടി തന്നയച്ചിട്ടുണ്ട്. ഞാൻ പോയി 2 കയറ് വാങ്ങിച്ചോണ്ട് വരട്ടെ. എന്തിന്? തൂങ്ങിച്ചാവാൻ. നിങ്ങൾ അമ്മയ്ക്കും മോൾക്കും. ആത്മാഭിമാനം എന്ന് പറയുന്ന സാധനം 7 അയലത്തുകൂടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിനി ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു നല്ല പ്രവൃത്തി അത് മാത്രം. ജാനുമോളെ, നീ ഇതെല്ലാം നീ തനിയെ കഴിവണോടി? ഇതൊക്കെ എന്ത് നിസ്സാരം. ഞാൻ കരുനാഗപ്പള്ളിയിലായിരുന്നപ്പോ അയ്യോ ഒന്നും പറയണ്ട. അവിടെ ആൾക്കാർ കൂടുതലുണ്ടല്ലോ, ചിലപ്പോ പണിക്കാരും ഉണ്ടാവും. ഞാൻ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴേക്കും പാത്രങ്ങളൊക്കെ കിണറ്റിൻ കരയിൽ കുന്നുപോലെ കൂട്ടിയിട്ട് വെച്ചിരിക്കും. വലിയ കുട്ടകവും ചരുവങ്ങളും വലിയ കഞ്ഞിക്കലങ്ങളും ഒക്കെ ഉണ്ടാവും. കണ്ട പേടിയാവും. അതിനകത്തൊക്കെ ഞാൻ കേറിയിരുന്നാ പോലും ആരും കാണില്ല. എനിക്കന്ന് 8-9 വയസ്സല്ലേ ഉള്ളൂ. എല്ലാം ഞാൻ തന്നെ തേച്ച് കഴുകണം ഒറ്റയ്ക്ക്. പിന്നെ ആടിനും കന്നാലിക്കും പുല്ല് ചെത്തണം, തൊഴുത്ത് വൃത്തിയാക്കണം, ആഴ്ചയിലൊരിക്കൽ ആടിനെല്ലാം കുളിപ്പിക്കണം, വീടും മുറ്റവും തൂത്ത് തുടയ്ക്കണം. അതിനെല്ലാം പുറമെ ഓരോ ബക്കറ്റ് തുണിയും ഉണ്ടാവും എന്നും അലക്കാൻ. തോട്ടിപ്പോയി അലക്കണം. ഓർക്കാൻ പോലും വയ്യ. അന്നത്തെ ആ കൊച്ചു ജാനിക്കുട്ടി എന്തെല്ലാം സഹിച്ചു. അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാ ഇന്നത്തെ ജാനിക്കുട്ടിക്ക് നല്ല സുഖാ മോളെ. ഈ വീട്ടിൽ ജോലി ചെയ്താൽ മതിയല്ലോ. നിന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിക്കാൻ എങ്ങനെ മനസ്സ് വന്നടി? ഹൃദയം എന്ന് പറയുന്നൊരു സാധനം ഇല്ലേ കരുനാഗപ്പള്ളിക്കാർക്ക്? ചന്ദ്രമാമനുണ്ടായിരുന്നു എനിക്കൊരു തുണ. ഇവിടെ നിന്നോണ്ട് കഥ പറച്ചിലാണോടി? ഇതുവരെ ജോലി തീർത്തില്ലേ? കമ്പൈൻ സ്റ്റഡിയാണെന്ന് പറഞ്ഞ് വല്ലവരുടെയും കുറ്റം പറിച്ചില്ല. രത്നമ്മ ടീച്ചറെ, ടീച്ചർ ഇങ്ങനെ ചീപ്പായിട്ട് സംസാരിക്കല്ലേ. ഞങ്ങളുടെ വീട്ടിലെ അടുക്കള ജോലിക്കാരി ഇതിനെക്കാട്ടി ഡീസന്റ് ആയിട്ട് സംസാരിക്കാൻ പെരുമാറുകയും ചെയ്യും. നീ ആരടി എന്നെ പെരുമാറ്റച്ചട്ടം പഠിപ്പിക്കാൻ? എന്റെ അടുത്ത് സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിലേ ഞാൻ വല്ലതൊക്കെ പറയും. ടീച്ചറിനെ നാണക്കേട്. ഒറ്റ ദിവസം മതി എനിക്ക് സ്കൂൾ മുഴുവൻ ടീച്ചറിന്റെ പേര് നാട്ടിക്കാൻ. ചെന്ന് പറഞ്ഞു കൊടുക്കടി കുറെ നുണക്കഥകള്. ഒരു നുണയും പറയേണ്ട കാര്യമില്ല, ഉള്ള സത്യം മാത്രം പറഞ്ഞാൽ മതി. സ്കൂളിലുള്ളവർ ടീച്ചറിനെ കാണുമ്പോൾ മൂക്കത്ത് വിരൽ വെക്കും. അത്രയ്ക്ക് ഉണ്ടല്ലോ ടീച്ചറും ടീച്ചറിന്റെ അമ്മയും കൂടെ കാട്ടിക്കൂട്ടുന്ന തറ വേലകള്. എനിക്ക് ടീച്ചറിനോട് കുറച്ച് ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം തീർന്നു. ആർക്ക് വേണോടി നിന്റെ ബഹുമാനം? ഏതോ വീട്ടിൽ നിന്ന് കയറൂരി വിട്ടിരിക്കുക. എവിടെ പോയിന്നറിയണ്ട, എന്ത് ചെയ്യുന്നൊന്നും അറിയണ്ട, ഏതെങ്കിലും ആണുങ്ങളുടെ കൂടെ ആണോന്ന് പോലും അറിയണ്ട. നല്ല ഒന്നാം തരം തന്തേം തള്ളേ. ആ നല്ല ഫസ്റ്റ് ക്ലാസ് അച്ഛനും അമ്മയും എന്റേത്. ഇവിടത്തെ പോലെ ഡ്യൂപ്ലിക്കേറ്റ് അല്ല.
ഉത്തരവാദിത്തമുള്ള അച്ഛനമ്മമാരാണെങ്കിലേ മകൾ എവിടെയാ പോന്നേ എന്തിനാ പോന്നേന്നൊക്കെ അന്വേഷിക്കും. കൂട്ടിക്കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടേ പോവും. അതെന്റെ അച്ഛനൊരു തെറ്റ് പറ്റിയതാ. അന്തസ്സും മര്യാദയും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരു ടീച്ചറിന്റെ വീട്ടിലേക്കാണല്ലോ എന്ന് അച്ഛൻ തെറ്റിദ്ധരിച്ചു പോയി. ഒരു ടീച്ചർ ഇത്രേ അന്തസ്സും മര്യാദയൊക്കെ ഉള്ളൂ ഇവിടെ എന്ന് മനസ്സിലായല്ലോ. നാളെ മുതലേ ഇങ്ങോട്ട് വരണ്ട. ഞാൻ വരണോ വേണ്ടെന്ന് നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നേ. ഈ വിരട്ടുകൊണ്ടൊന്നും എന്നെ തടഞ്ഞു നിർത്താന്ന് വിചാരിക്കണ്ട. ഈ വീട്ടിൽ കേറി പോകരുന്ന് പറഞ്ഞ നീ വരുവോ? ആര് പറയും ഈ വീട്ടിലേക്ക് കേറി പോകരുത്? നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ് ഞാൻ പട്ടിയുടെ വില പോലും വെക്കില്ല. അങ്കിള് പറയണം. എന്റെ അനുവാദം ഇല്ലാതെ നീ ഈ വീട്ടിൽ കയറുവോ? ടീച്ചറിന്റെ സമ്മതം ആര് ചോദിച്ചു? ഇവിടുത്തെ അങ്കിള് സമ്മതിച്ചിട്ടുണ്ട്. എക്സാം തുടങ്ങുന്ന ദിവസം വരെ എന്നും ഇവിടെ കമ്പൈൻ സ്റ്റഡിക്ക് വന്നോളെ. നിന്റെ ഈ അങ്കിളുണ്ടല്ലോ, നാളെയോ മറ്റന്നാളെ അങ്ങോട്ട് പോകും. അത് കഴിയുമ്പോ നീ എന്തോ ചെയ്യും? ഞങ്ങളുടെ വീട്ടില് നല്ല ഒന്നാം തരം പട്ടിയുണ്ട്, അൾസേഷൻ. നാളെ മുതൽ ഞാൻ അതിനെയും കാറി കയറ്റിക്കൊണ്ട് ഇങ്ങോട്ട് വരും. എന്റെ നേർക്കൊന്ന് തറപ്പിച്ച് നോക്കിയാ മതി, പിന്നെ ഒറ്റ ചാട്ടത്തിന് അവൻ കഴുത്ത് കടിച്ചു മുറിക്കും. എന്നോടാണോ കളി? ഞാൻ കാണിച്ചു തരാം. ഇവിടെ പട്ടിയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. നാളെ മുതൽ അൾസേഷൻ പട്ടി മാത്രമല്ല, എന്റെ അച്ഛനും അമ്മയും 2 ഗുണ്ടകളും കൂടെ വരും. അതിനുള്ള അനുവാദമൊക്കെ ഞാൻ ഇവിടുത്തെ അങ്കിളിനോട് വാങ്ങിച്ചോളാം. ഇവിടെ കമ്പൈൻ സ്റ്റഡി നടക്കുന്നു, ഞാനൊന്ന് നോക്കട്ടെ. നിന്നോട് ഇവിടെ വരണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേ? ആര് പറഞ്ഞു? പറഞ്ഞില്ലേടി? ഇല്ല. ഉറപ്പാണോ? ആ, ഉറപ്പ്. ആ, എന്നാ ഞാൻ പട്ടിയെ കൊണ്ടുവരുന്നില്ല. നീ എന്തൊക്കെയാടി അവരോട് പറഞ്ഞേ? പറയാതെ പറ്റുമോ? നമ്മളടുത്തല്ലേ അഭ്യാസം. അൾസേഷൻ ഉണ്ടോടി വീട്ടില്? വേണ്ടി വന്ന ഒരെണ്ണത്തിന് വാങ്ങിക്കും, അല്ല പിന്നെ. അവളൊരു ഭാഗ്യമില്ലാത്ത പെണ്ണാ അമ്മ. അല്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്കി എന്ത് കഷ്ടമാണെന്ന്. വലിയൊരു തറവാട്ടിലെ പെണ്ണായിരുന്നു ജാനിക്കുട്ടിയുടെ അമ്മ. അവർക്ക് നല്ലൊരു ജീവിതം കിട്ടിയോ? ഇല്ല. ജാനിക്കുട്ടിയെ പ്രസവിച്ച ഉടനെ മരിച്ചു. ജാനിക്കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടിയോ? അതും ഇല്ല. ചിലവരുടെ ജീവിതം അങ്ങനെയാ മോളെ. നല്ല കുടുംബത്തിൽ ജനിച്ചു വളർന്ന എത്രയോ പേര് പിന്നീട് ഒരു കാലത്ത് കണ്ണീരും കയ്യുമായിട്ട് ജീവിച്ചിരിക്കുന്നു. ആ വീട്ടിൽ ചെന്ന് കണ്ടപ്പോഴല്ലേ ശരിക്കും മനസ്സിലായത്. അവരെല്ലാരും കൂടെ ജാനിക്കുട്ടിയെ എങ്ങനെ കൂടുതൽ വിഷമിപ്പിക്കാന്ന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. രത്നമ്മ ടീച്ചറിനൊന്നും മനുഷ്യത്വന്ന് പറയുന്ന സംഗതി അടുത്തൂടെ പോലും പോയിട്ടില്ല. ആ കിഴവിയോ? ഫോൺ വിളിച്ച സംസാരിക്കാൻ അറിയാത്ത സാധനം. അതൊരു സർവകലാശാലയാ. സകല ദുർഗുണങ്ങളുടെയും കുശുമ്പ്, കുന്നായ്മ, അസൂയ, കുരുട്ടുബുദ്ധി, ഏഷണി, പരദൂഷണം, ദ്രോഹബുദ്ധി, പാരപണി, ഇതൊക്കെ ദക്ഷിണ വെച്ച് പഠിക്കണമെങ്കിൽ ആ തള്ളയുടെ അടുത്ത് ചെല്ലണം. ഡോക്ടറേറ്റ് എടുത്തോണ്ട് പോരാ.